ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മോഡൽ ഫാനാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഒന്ന് കോപ്പറിൻ്റെ ഫുൾ സെറ്റ് വരുന്ന രീതിയിലുള്ള കോപ്പറിൻ്റെ ഡിസൈൻ വരുന്നതും, പിന്നെ ഒന്ന് വുഡൻ്റെ തന്നെ വരുന്ന രീതിയിലുള്ള രണ്ട് മോഡൽസാണ് നമ്മൾ പരിചയപ്പെടുന്നത്. രണ്ടും ഓറിയൻ്റൽ കമ്പനിയുടെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ MRP ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക 11,475 11,475 രൂപയാണ് MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത്ര റേറ്റ് നമുക്ക് വരില്ല, അതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ വരുന്നത്. ഇതിൽ ലീഫ് കാര്യങ്ങളെല്ലാം തന്നെ ലോക്കിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഇപ്പോഴത്തെ വരുന്ന മോഡൽ സിസ്റ്റത്തിൻ്റെ തന്നെ ലോക്കിംഗ് ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് വുഡൻ ടൈപ്പാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിൻ്റെ വുഡനാണ്. അതിൻ്റെ ലീഫുകളെല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അതായത് ബേസിൽ ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിംഗിൾ പീസായിട്ട് ഫീൽ ചെയ്യില്ല, ഒറ്റ പീസായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ വുഡൻ്റെ വരുന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് മൈക്ക ഒട്ടിച്ച് അതുപോലെ തന്നെ വുഡൻ്റെ തന്നെ സീലിംഗ് വർക്ക് കാര്യങ്ങളുടെ ലെവലിലേക്ക് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫാനുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള വുഡൻ ടൈപ്പ് കിട്ടാറില്ല. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണ്ട. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന രീതിയിലുള്ള വുഡൻ്റെ ഡിസൈനിങ് വരുന്ന വുഡൻ്റെ ഡിസൈനിങ് വരുന്ന മോഡലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതായത് അതിൻ്റെ ഒറ്റ പീസായിട്ട് വുഡൻ്റെ തന്നെ സിസ്റ്റം തന്നെ വരുന്ന രീതിയിൽ. അപ്പോൾ സെയിം ആയിട്ട് ഒരേ ലെവലിൽ സീലിങ്ങിൽ വരുന്നത് ഒരേ ലെവലിൽ മാച്ച് ചെയ്ത് വരുന്ന രീതിയിലുള്ള സീലിംഗ് ഫാനുകൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കി അത് മനസ്സിലാക്കാവുന്നതാണ്, കാര്യങ്ങൾ അറിയാവുന്നതാണ്. അടുത്ത മോഡൽ നമ്മൾ പരിചയപ്പെടുന്നത് കോപ്പർ ടൈപ്പ് പോലെ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5,900 വരുന്നത്. നോർമൽ ഫാനുകളാണ്, BLDC അല്ല, നോർമൽ ഫാനുകളാണ്. BLDCയുടെ ഫാനുകൾ വേറെ വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയ, അത് ഡൈനിങ് ഏരിയ, ആ ഏരിയകളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഫാനുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിസൈനിങ് പക്കയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കൊരു പ്രൊഫഷണൽ ടച്ച് വരുന്ന രീതിയിലും, പിന്നെ അതിൻ്റെ ലീഫിങ്ങിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കേണ്ട. ആ ലീഫിൻ്റെ സൈഡ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഒരു കട്ടിങ് കാണാൻ സാധിക്കും. ആ കട്ടിങ്ങിൻ്റെ ഗുണം കൊണ്ടാണ് നമുക്ക് സാധാരണ അതിനേക്കാൾ കൂടുതൽ കാറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണുന്നത്. അതുമാത്രമല്ല ഡിസൈനിങ് വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പർ ടൈപ്പ് ആണെങ്കിലും വുഡൻ ടൈപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഗോൾഡൻ ടൈപ്പ് ആണെങ്കിലും നമുക്കിപ്പോൾ ഈ മോഡലാണെങ്കിലും നമുക്ക് ഡൈനിങ് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഏരിയകളിൽ ലിവിങ് ഏരിയ അങ്ങനെയുള്ള ഏരിയകളിൽ നമ്മുടെ ലിവിങ്ങിനോട് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫാനുകൾ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ചേർന്ന കളറാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് തന്നെ ഓറിയൻ്റലിൻ്റെ ഫാൻ തന്നെ അല്ലെങ്കിൽ പല മോഡൽ ഫാൻ തന്നെ BLDC വരുന്നുണ്ട്. BLDC അല്ലാത്ത മോഡലും നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. ഈ പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം. പലവരും ചോദിക്കാറുണ്ട് നമുക്കിത് എവിടെ നിന്നാണ് ഈ പ്രൊഡക്ട്സ് കിട്ടുക, എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയിട്ടെന്ന് അറിയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തോന്നുന്നു കൂടുതൽ കാണുന്ന ആളുകളെല്ലാവരും തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആളുകൾ കാണുന്നത് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.